ഹാപ്പി ക്രിസ്മസ്. രാവിലെ ടി വി ഓൺ ചെയ്തപ്പോൾ ഒരു വാർത്ത കണ്ടു. കുമ്പനാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ കരോൾ സംഘത്തിന് നേരെ സുവിശേഷ വിരോധികളുടെ, സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. ഇനി വിരുദ്ധരും വിരോധികളും ആരാണെന്നിനി കണ്ടറിയാം. ഇന്ത്യയിലുടനീളം ഈ സംഘപരിവാറെ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം, കൊറോണ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. വിഷം ചീറ്റിക്കൊണ്ടിരിക്കും. വിഷം ചീറ്റിയ പലരും മാളത്തിനകത്തൊക്കെയാണ് പതുക്കെ പുറത്തും ചാനലിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ പലരുടെയും മുട്ടൊക്കെ ഇടിക്കുമായിരുന്നു, അമ്മച്ചിമാരുടെയൊക്കെ. ഇപ്പോൾ ഒക്കെ ഇത് കാണുമ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും ഉല്ലാസ് പന്തളത്തിൻ്റെയും ഗുണ്ട ബിനുവിൻ്റെ ഗോക്രികൾ പോലെയൊക്കെയാണ് യവന്മാരുടെ ഇതൊക്കെ കാണുന്നത്. ഈ വടിവാളായിരുന്നാലും കുപ്പിച്ചില്ല് ബോംബായിരുന്നാലും ഈ കുറേ ആൾ കൂട്ടം എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതൊക്കെ എല്ലാം പൈങ്കിളി, അക്ഷരദാരിദ്ര്യം, ആശയദാരിദ്ര്യമുള്ളവൻ്റെ അവസാനത്തെ അത്താണിയാണ് ഇങ്ങനെയുള്ള ആക്രമണം. അതൊക്കെ ഒരു ഇതല്ല എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയാണ് ഗുണ്ടകൾ, വില്ലന്മാർ, ഇപ്പൊക്കെ MDMA മൂക്കിൽ വലിക്കാനും രണ്ട് പീക്കറി പയ്യന്മാരുണ്ടെങ്കിൽ മതി. അങ്ങനെയൊക്കെ കാലത്തിനൊത്ത് സംസാരിക്കാൻ പഠിക്കടേ. പണ്ടത്തെ കോളത്തിൻ്റെ ചരിത്രത്തെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞത് അതൊക്കെ ഓൾഡ്. പപ്പു പറഞ്ഞ പോലെ അടിയും പിടിയും ഭീഷണിയും എന്ന് പറഞ്ഞപ്പോൾ പേടിക്കുന്ന കുറച്ച് പേരും ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നും അതൊന്നുമല്ല. അതൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ എല്ലാം മാറി. ഇപ്പം അല്ലാതെ ഇപ്പോൾ ഇവിടെ സ്കൂളിൽ യവന്മാരൊക്കെ കയറുന്ന ഗോക്രി കാണിച്ചെന്നുള്ളതായിട്ടു. വടക്കേ ഇന്ത്യയിലെ ഒരു പാസ്റ്റർ കൂട്ടുകാരൻ പഞ്ചാബിൽ ക്രിസ്തുദാസ്, അവിടെയും ശക്തമായ പീഡനം എൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടു. വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് ദിനചര്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നൊന്നും ആകുമ്പോൾ ആര് കാണാൻ സോഷ്യൽ മീഡിയ ഒന്നും വരുന്നില്ല. ഈ ക്രിസ്ത്യാനികളെ തുടർച്ചയായിട്ട് യവന്മാരിട്ട് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും മതപരിവർത്തനം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മതപരിവർത്തനത്തെ അല്ല, നല്ലൊരു ബൈക്ക് പോവുകയാണ്, ക്രിസ്മസ് ആണെന്ന് പയ്യന്മാരെ ആഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പീക്കറി പയ്യന്മാരെ ഇപ്പോഴും യവന്മാരുടെ ലോകമാണ്. ഗുണ്ടകളും പണ്ടത്തെ അതൊക്കെ പോയി. ആ താളത്തിനകത്ത് ഇനി തൂത്ത് കഴിഞ്ഞാൽ ഗുണ്ട ബിനുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും ഇതിനെ തമാശയായിട്ട് വൽക്കരിക്കേ അത് ഗുണ്ട എല്ലാവരും മിക്കും. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച രണ്ടാൾ കിട്ടൂലേ. ആര് വിചാരിച്ചാൽ കിട്ടാത്ത ആരുടെ എന്ത് എല്ലാം ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്തായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ചുക്കുലി. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാലും അവൻ മേലാശങ്കയുടെ ഭൂമി എന്ന് ഒന്ന് ചിന്തിച്ച് ഒരുത്തം വിചാരിച്ചാൽ മതി. ഇതൊക്കെ ഒന്നും കാണാത്ത ഈ അടി കൊള്ളാത്തവന്മാരൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള വേലകൾ. അടി വാങ്ങിക്കാൻ മാത്രമല്ല, കൊടുക്കാനും കൂടെ ഉള്ളതാണ്, കൊടുക്കാനും വാങ്ങിക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ കൊള്ളാത്തവന്മാരാണ് ഇങ്ങനെയൊക്കെയുള്ള വേല കാണിച്ചത് എന്ന് വെച്ചാൽ മതിയാക്ക്. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ മതപരിവർത്തനം ക്രിസ്ത്യാനികൾക്കകത്തിരിക്കണവരെല്ലാം യേശുവിനെയൊക്കെ ഡെയിലി പരിവർത്തനം നടത്തിയ വിധങ്ങൾ ഓർത്ത് ഇവിടെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണേ. മതത്തെ കൊണ്ട് ജനങ്ങൾക്ക് മടുത്തു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ തെറ്റുപറ്റി പോയി. ഇപ്പോഴൊക്കെ നടക്കുന്നത് മതത്തിൽ നിന്ന് എല്ലാവരും മാറി മതമില്ലാത്ത, ദൈവ ചിന്തയില്ലാത്ത ലോകത്തിലേക്ക് പോയി. അവിടെ പോയി അവന്മാരുടെ ഈ ഗോക്രി കാണിച്ചാലൊന്നും നടക്കൂല. അവിടെ പോയിട്ട് അക്ഷരത്തിലൂടെ, ആശയത്തിലൂടെ അവരെയൊക്കെ മടക്കി വരുത്താൻ നോക്ക്. ജനം ഇപ്പോൾ ഒരു മതത്തിൽ നടത്ത മതത്തിലേക്കൊന്നുമല്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ജനം മതമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി നിൻ്റെയൊക്കെ വേല കാണരുടേ. അവിടെയൊക്കെ പോയി അക്ഷരങ്ങളും ആശയങ്ങളും വെളിപ്പെടുത്ത്. അതിന് പറ്റാതെ പണ്ടത്തെ മുനയൊടിഞ്ഞ സമ്പ്രദായങ്ങളും കൊണ്ടുവന്നിട്ട് ഊച്ചാളി പീച്ചണി കൊണ്ടുവന്നിട്ട് പിള്ളേർ പെണ്ണുങ്ങളൊക്കെ മാത്രം ഉള്ളെടുത്ത് വന്നിട്ട് അത് മതപരിവർത്തനം, അത് പാടില്ല, സാന്താക്ലോസ്, അത്ര അസഹിഷ്ണുതയുടെ അത്ര കെട്ടുറപ്പേ ഉള്ളൂ നിൻ്റെയൊക്കെ മതങ്ങളിൽ. ഇപ്പോൾ ആലോചിച്ച് നോക്ക്. ഒരു സനാതനമായ ഒരു കെട്ടുറപ്പുണ്ട് എങ്കിൽ ആരിളകിപ്പോകാൻ? ഒരാളൊരു തുണിയും കൊണ്ട്, സാന്താക്ലോസിൻ്റെ തുണിയും കൊണ്ട്, സ്റ്റാറും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഗോതമ്പ് ഉപ്പുമാവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാറിപ്പോകത്തക്കവണ്ണല്ല അടിത്തറയേ ഉള്ളൂടെ.
ഏ അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷം വരുന്ന ക്രിസ്തീയ സമൂഹത്തെ ഇവന്മാരിങ്ങനെ കുറച്ച് ഇപ്പോൾ ഇടവേളയ്ക്ക്, ഇപ്പോൾ കേരളത്തിലെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ പത്തുകൊടുത്ത് എന്തിനാണ് നിൻ്റെയൊക്കെ ഐഡിയ, ഇതൊക്കെ വേറെ റൂട്ട് മാറ്റിപ്പിടി, ഇതൊക്കെ ഒരു എന്താ കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഉല്ലാസ് പന്തളത്തിൻ്റെയും സ്വരാജ് വെഞ്ഞാറമ്മൂടിൻ്റെയും കുണ്ടബിനുവിൻ്റെ ഇങ്ങനെ മറ്റേ ഡ്രങ്കേട്ടൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ഒരു ജോക്കിലേക്കാണ് പോകുന്നത്. ഡ്രങ്കേട്ടൻ ആവേശം. അപ്പോൾ അതൊക്കെ വെച്ച് മതിയാക്ക്. പിന്നെ ഈ യേശുവിൻ്റെ ജനനത്തെയൊക്കെ ക്രിസ്ത്യാനികൾ തന്നെ യേശു ജനിച്ചിട്ടില്ല, യേശുവിൻ്റെ ജനനം 25 സ്റ്റാർ വയ്ക്കൽ, അത് വയ്ക്കൽ, ഇത് വയ്ക്കലുടെ മനുഷ്യ ജീവിതമൊക്കെ വാരനൊക്കെ എടുത്ത് പറഞ്ഞ് ആത്മീയം കൊള്ളുന്ന കുറേ എണ്ണമുണ്ട്. ഇതൊക്കെ മറ്റു ചരിത്രം, അല്ലെങ്കിൽ അവിടെ സൂര്യത ഭഗവാൻ, അത് എന്ന് തുടങ്ങി കോൺസ്റ്റൻറ്റോൻ. മനുഷ്യ ജീവിതം 4-3-7 ദിവസം ആയുസ്. അതിനകത്ത് കുറച്ച് ബർത്ത്ഡേയും കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ബന്ധുക്കളും ചർച്ചക്കാരും സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചൊക്കെ തിരക്ക് കഴിഞ്ഞ് ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നൊക്കെ ഒരുമിച്ചൊക്കെ കൂടുന്ന ആണ്ടിലൊരു ദിവസങ്ങൾ, തിരക്കിനിടയിലൊക്കെ ആ ലെവലെങ്കിലും കണ്ടൊക്കെ ഒന്ന് സന്തോഷമായി. ഇനി ഇതിനെയൊക്കെ ഇനി പാവം ആഘോഷിച്ചുകൂടാ. 25 യേശു ജനിച്ചു എന്നത് പിന്നെ പലരും ഇതൊക്കെ കഥയാണ്, കെട്ടുറപ്പാണ്, ഇങ്ങനെ ഒരു വ്യക്തിയില്ലെന്നൊക്കെ ക്രിസ്തീയ പിന്നെ ബൈബിൾ കോളേജിലുള്ള പണ്ഡിതന്മാർ വരെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് യേശു ജനിച്ചു എന്നതിനേക്കാളും അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. അപ്പോൾ AD-BC അന്നോ ഡോമിനി ബിഫോർ ക്രൈസ്റ്റ്, ചരിത്രത്തിൽ തന്നെ അവൻ്റെ ജനനം ഉണ്ട്, ചരിത്രത്തിൽ അവന് ജനനമുണ്ട്. പക്ഷെ ബൈബിളിൻ്റെ ആധ്യാത്മികതയിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നിങ്ങൾ പറയുന്ന രൂപമില്ലയോ, മറിയുടെ മകനല്ലയോ, അച്ഛൻ്റെ മകനല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ചരിത്ര നിഗമനം യുക്തിവാദികളൊക്കെ പറയുന്നത് പോലെ അത് ഇത് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷേ അതൊന്നുമില്ലാത്ത ആ ഒരു ചെറിയ ആ ഒരു രാജ്യത്തിൽ ഗ്രാമത്തിലിരുന്ന ആ ഒരു തച്ചൻ്റെ മകൻ 3.5 വർഷം കുറച്ചു കാലം നടന്നു പോയി വന്ന ആ ഒരു ചുറ്റളവിനകത്ത് നിന്ന് ഇത്രയും മുഴുലോകത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ നിന്നൊന്ന് ചിന്തിച്ചുകൂടെ? അതെ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ.